ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ചെറിയ അഡ്വഞ്ചറസ് ട്രിപ്പിലേക്കാണ് പോകുന്നത്. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ടു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കൗട്ട്സ് ആൻഡ് റിസർവ്സ് ഇൻ ന്യൂ സൗത്ത് വെയിൽസ്, സിഡ്നി, ഓസ്ട്രേലിയ. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും 3 പ്ലേസ് ആണ്. ഒന്നാമത്തത് ബാൾഡ് ഹിൽ ലുക്കൗട്ട് അറ്റ് സ്റ്റാൻവെൽ ടോപ്സ്. രണ്ടാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് മൈക്ക് ഡ്വയർ റിസർവ് ഇൻ കോൾഡെയിൽ NSW. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് സാഡിൽ ബാക്ക് മൗണ്ടൻ ലുക്കൗട്ട്. ഇതാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന 3 പ്ലേസസ്. ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ടുള്ള ഈ പ്ലേസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതാണ് ബാൾഡ് ഹിൽ ലുക്കൗട്ട് അറ്റ് സ്റ്റാൻവെൽ ടോപ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് പ്ലേസ് ആണ് ഹാങ് ഗ്ലൈഡിങ്ങിനും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഈ പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ലാൻഡ് അതുപോലെ തന്നെ വാട്ടർ ആൻഡ് സ്കൈ ഇത് മൂന്നും ജോയിൻ ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അത്ര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാൻ. ശരിക്കും അവിടുത്തെ കോൾഡ് ബ്രീസും ആ ക്ലൈമറ്റും അതിൻ്റെ ഒപ്പം ആൾക്കാർ പാരാഗ്ലൈഡിങ് ചെയ്യുന്നതും കൂടെ ഒരു അടിപൊളി വ്യൂയിങ് സ്പേസ് അല്ലെങ്കിൽ വ്യൂയിങ് സ്പോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ല. നമ്മൾ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇങ്ങനെ കാഴ്ച കണ്ടിരുന്നു പോകും. ഞാൻ കുറേ നേരം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിനായിട്ട് ഫ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. കുറേ പേര് അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ശരിക്കും ഇത്രയും വലിയൊരു സംഭവം സ്കൈയിലൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ കൊള്ളായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ആ സ്കൈ ഒക്കെ നിങ്ങൾ കണ്ടത് എനിക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മൈക്ക് ഡ്വയർ റിസർവ് ഇൻ കോൾഡെയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്കൾപ്ചർ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലിഫ് പോലെയുള്ള ഒരു ഏരിയ ഒന്നുമല്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്, ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോട്ട്. ഇപ്പോൾ നമ്മൾ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒരു ബിസി ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പെർഫെക്റ്റ് സ്പോട്ടാണിത്. പിന്നെ നമുക്ക് ഈ സ്കൾപ്ചറിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ താഴത്തെ ഒരു ഭാഗത്ത് ഒരു ബോട്ടിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് സിംബലൈസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു വിങ് അല്ലെങ്കിൽ 2 ഫെതേഴ്സ് പോലെ കാണാം. ഒരു ബോട്ടും പിന്നെ അതിൻ്റെ സെയിലിംഗ് ആയിട്ട് വിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രധാനമായിട്ട് കോമെമ്മറേറ്റ് ചെയ്യുന്നത് മൈക്ക് ഡ്വയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ലോക്കലായിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ ഒരു യൂണിയൻ ലീഡറാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഈ സ്കൾപ്ചർ സിംബോളൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ജേർണി. ഇതാണ് അതിൻ്റെ സിംബോളൈസ് ചെയ്യുന്ന അതിൻ്റെ ഒരു മീനിങ്. ഇതാണ് നമ്മുടെ തേർഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ലുക്കൗട്ട് കാണാൻ പറ്റും. ആ ലുക്കൗട്ടാണ് സാഡിൽ ബാക്ക് മൗണ്ടൻ ലുക്കൗട്ട്. ഇത് കയാമയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ കോസ്റ്റ് ലൈൻ്റെ സ്ട്രെച്ച് ഔട്ട് കാണാൻ പറ്റും. അവിടെ ഒരു ഗ്രീൻ ആയിട്ട് ഹിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ നമുക്ക് കാണാൻ പറ്റും, ഒരു പൊങ്ങിയിരിക്കുന്നു, താന്നിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പ്ലെയിൻ ഏരിയ, കുറച്ച് ഏരിയ ഡാർക്കായിട്ട്, കുറച്ച് ഏരിയ ലൈറ്റായിട്ട് ഒരു ഫുൾ വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ലുക്കൗട്ട് എന്ന് പറയുന്നത്.
ഇത് ശരിക്കും ഒരു ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂ തന്നെ ആണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും ഇത് അൺഫോർഗറ്റബിൾ മൊമെൻ്റ് ആട്ടോ. ശരിക്കും ഈ 3 സ്പോട്സും കൂടെ ഒരുമിച്ച് ഒരു പെർഫെക്റ്റ് ഡേ ട്രിപ്പ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോസ്റ്റ്, നേച്ചർ ആൻഡ് മൗണ്ടൻ സീനറി. ഇപ്പോൾ നിങ്ങൾ സിഡ്നിയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു ആഡ് ദം ടു യുവർ ട്രാവൽ ലിസ്റ്റ്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഞാൻ വീണ്ടും ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരും. അതുവരെ ബൈ.